ഉത്തർപ്രദേശിൽ നിന്ന് വാർത്ത വരുന്നു. മാതാപിതാക്കളെയും സഹോദരിയെയും യുവാവ് വെട്ടിക്കൊന്നു. ഗാസിപ്പൂരിലെ ദിലിയ ഗ്രാമത്തിലാണ് സ്വത്ത് തർക്കത്തെ തുടർന്ന് കൊലപാതകമുണ്ടായത്. 35-കാരനായ അഭയ് കൊലപാതകം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ടു. നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, എന്തായിരുന്നു പ്രകോപനം? വിനീത, സ്വത്ത് തർക്കമാണ് ഇങ്ങനൊരു വലിയ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. നാട് ആകെ നടുങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഗാസിപ്പൂരിലെ ദിലിയ ഗ്രാമത്തിലാണ് ഈ സംഭവം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടാകുന്നത്. ഈ സംഭവ പ്രകാരം പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ഈ മരിച്ചിരിക്കുന്നത് ശിവരാം യാദവ്, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ജമുനി ദേവി, ഒപ്പം മകൾ കുസും ദേവി എന്നിവരാണ് ഈ വധിച്ചിരിക്കുന്നത്. ഇവരുടെ മകൻ അഭയ് യാദവാണ് ഈ 3 പേരെയും വധിച്ചത്. കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. വീണ്ടും പുറത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പുറകെ പോയി വെട്ടിക്കൊല്ലുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഈ സ്വത്തിന്റെ കുറച്ച് ഭാഗം മാതാപിതാക്കൾ ഈ മകളുടെ പേർക്ക് എഴുതി വെച്ചിരുന്നു. ഇതിൽ വലിയ തർക്കം വീട്ടിൽ കുറെ ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ആ തർക്കം ഇന്നിപ്പോൾ വലിയ തരത്തിൽ ഒച്ചപ്പാടിലേക്ക് മാറി എന്നാണ് പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. ഉച്ചയ്ക്ക് വീടിന് പുറത്ത് വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. അത്തരത്തിൽ പരസ്പരം വാക്ക് തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒച്ചപ്പാടൊക്കെ അവർ കേട്ടു എന്ന് പ്രദേശവാസികൾ പറയുന്നു. അതിന് പിന്നാലെയാണ് നാട്ടുകാർ ഓടി വരുമ്പോഴേക്കും ഇത്തരത്തിൽ മകൻ അമ്മയെയും അതോടൊപ്പം അച്ഛനെയും ഒപ്പം സഹോദരിയെയും വെട്ടി കൊലപ്പെടുത്തിയ കാഴ്ച കാണാൻ കഴിഞ്ഞു. അതിന് പിന്നാലെ ഈ അഭയ് യാദവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് എന്താണെങ്കിലും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി സ്ഥലത്തുനിന്ന് മാറ്റി ഫോറൻസിക് പരിശോധന അടക്കം പൂർത്തിയാക്കി വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കോടാലി അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതോടൊപ്പം ഈ അഭയ് യാദവിനെ പിടിക്കാൻ വേണ്ടി ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ പ്രദേശം മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധന നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഗാസിപ്പൂരിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടായത്. വിനീത, ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ.